നമസ്കാരം. ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് കഴിച്ചു എന്ന് കരുതിയിട്ട് പെൺകുട്ടിയുടെ അപ്പൻ പകരം വീട്ടിയൊരു സംഭവമാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഒരു പയ്യൻ എന്നെ വിളിച്ച് സംസാരിച്ചായിരുന്നു. അവന് കല്യാണം കഴിച്ചത് ഒരു കോളേജിൽ പഠിച്ച സമയത്ത് തന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. അപ്പോൾ ഒരു ഇൻ്റർകാസ്റ്റ് മാരേജാണ്. ആ പെൺകുട്ടിയുടെ വീട്ടിലാകുന്ന രീതിയിൽ അവരുടെ അപ്പനും അമ്മയും പറഞ്ഞായിരുന്നു ഈ കല്യാണം കഴിക്കേണ്ട. അവർ സമ്മതിക്കുന്നില്ലായിരുന്നു. പയ്യൻ്റെ വീട്ടിൽ വലിയ കുഴപ്പമില്ലായിരുന്നു, എന്നാൽ പെണ്ണിൻ്റെ വീട്ടിൽ ഭയങ്കരമായ ഒബ്ജക്ഷനായിരുന്നു. അങ്ങനെ ഇരുന്ന് പക്ഷേ പെൺകുട്ടി ഭയങ്കരമായിട്ട് വാശി പിടിച്ച് ഈ പയ്യനെ കെട്ടുമെന്ന് പറഞ്ഞ് എന്തുപോലും അങ്ങ് കല്യാണം കഴിയും. പക്ഷേ ഈ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ അപ്പൻ വളരെ ഓപ്പണായിട്ട് തന്നെ ഈ പയ്യനെ എപ്പോഴും ചലഞ്ച് ചെയ്യും. നിങ്ങളുടെ കുടുംബജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകത്തില്ല, എനിക്ക് വരുത്തിയ നാണക്കേട് നിന്നെ ഞാൻ അനുഭവിപ്പിക്കൂടാ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ എല്ലാവരും പറഞ്ഞു സാരമില്ലടാ, ഒക്കെ അങ്ങ് മാറും, നമ്മളെപ്പോഴും പറയത്തില്ല ഒരു കുഞ്ഞൊക്കെ ആയി കഴിയും ഇതങ്ങ് മാറും, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ ഈ പെൺകുട്ടി കുറച്ച് നാൾ കഴിയുമ്പോൾ പ്രഗ്നൻ്റായി. എനിക്കൊന്ന് 4-5 മാസം കഴിഞ്ഞപ്പം അവരുടെ വീട്ടിലോട്ട് അങ്ങ് കൊണ്ടുപോയി. പക്ഷേങ്കിൽ അവിടെ വീട്ടിൽ ചെന്ന് കുറച്ച് നാൾക്ക് ശേഷം പതുക്കെ ഈ പെൺകുട്ടി ഈ പയ്യനിൽ നിന്ന് അകലാൻ തുടങ്ങി. ഓൾറെഡി ഇവരുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ സ്വാഭാവികമായിട്ടൊക്കെ ഉണ്ടാകും. അപ്പം ഈ വഴക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ അപ്പൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അപ്പൻ ഇവളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. അതായത് ഒരു ചെറിയ വഴക്കുണ്ടായി, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അവരെവിടെ പോകാൻ റെഡിയായി, ഉദ്ദേശിച്ച രീതിയിൽ പോകാൻ പറ്റിയില്ല, എന്തോ ഒരു സാഹചര്യം പറ്റിയില്ല. അപ്പം ഇത് അവരുടെ വീട്ടിൽ അതിന് ഭാര്യയും ഭർത്താവും വഴക്കായി. ഈ പെൺകുട്ടി വിളിച്ച് അവിടെ വീട്ടിൽ പറയുമ്പോൾ അപ്പം കയറി ഇടപെട്ടിട്ട് കണ്ടോ അവൻ ചെയ്ത തെറ്റാണ്, അങ്ങനെയാണോ ചെയ്യേണ്ടത്, നീ ആഗ്രഹിച്ചല്ലേ, സാരമില്ല ഞാൻ നിന്നെ കൊണ്ടുപോകാം അവിടെ, അങ്ങനെ പറഞ്ഞ് ഈ പെൺകുട്ടിക്ക് ഭയങ്കരമായ സപ്പോർട്ട് കൊടുക്കാൻ തുടങ്ങി അപ്പൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും പെൺകുട്ടി അപ്പനിലേക്ക്, നമുക്കറിയാമല്ലോ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ശരിയോ തെറ്റോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരോട് നമുക്ക് ഭയങ്കര സ്നേഹമാണ്. എന്ന് പറഞ്ഞാൽ പെൺകുട്ടി അപ്പനോട് അങ്ങനെ സ്നേഹമായി തുടങ്ങി. അപ്പം അപ്പൻ പറയുന്നത് പെൺകുട്ടിക്ക് ഒരു ദൈവവാക്യം പോലെ അങ്ങായി. അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പെൺകുട്ടി വീട്ടിലേക്ക് ഡെലിവറിക്കായിട്ട് വരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ അപ്പൻ മാക്സിമം ഈ പെൺകുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവനിൽ നിന്ന് ടോട്ടലി അങ്ങ് അകറ്റിയാൻ. ഡെലിവറി ആയി കഴിഞ്ഞ് വന്നിട്ട് ഇവൾ വീട്ടിലോട്ട് വരത്തില്ല, അതായത് ഭർത്താവിൻ്റെ വീട്ടിലോട്ട് വരത്തില്ല. അവൾ പറയുന്നത് അവർക്ക് ഡിവോഴ്സ് വേണമെന്ന്. അവൻ പറയുന്നത് നമ്മളുടെ ഇടയിൽ എന്ത് പ്രശ്നം ഉണ്ടായിട്ട് ഡിവോഴ്സിന് പ്രശ്നം ഉണ്ടാക്കുന്നത്. അവൾ പറയുന്നില്ല, ഡിവോഴ്സ് വേണം. അപ്പം ഈ അപ്പൻ പിന്നീട് ഇവനെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ വക്കീലിൻ്റെ ത്രൂ പോവാണ്, ഡിവോഴ്സ് വേണം. അപ്പം ഇവൻ ചോദിക്കുന്ന ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നത് വെച്ചപ്പോൾ പുള്ളി പറയുന്നതാണ്, നീ എൻ്റെ നല്ലൊരു കുടുംബജീവിതം ഞങ്ങളുടെ നശിപ്പിച്ചു, അതായത് നീ കാരണം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ വന്ന് ഇവളെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവളെ കൊണ്ടുപോയത് കാരണം എനിക്കുണ്ടായ നാണക്കേട് ഭയങ്കരമാണ്. അയാൾ വലിയൊരു എന്താ പറയുക, അയാൾ സമൂഹത്തിലുള്ളൊക്കെ നല്ലൊരു നിലയും വിലയുള്ളൊരു മനുഷ്യനാണ്. അത് നിന്നെ ഞാൻ അനുഭവിപ്പിക്കും. പിന്നെ നേരത്തെ വേണമെങ്കിൽ വിവാഹം വേർപെടുത്താതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ നീ അതിനും ചിലവ് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ എന്താ പറയാനും നോർമലി ഇവർ കല്യാണം കഴിച്ചു அவங்க ഡിവോഴ്സായി പോകാമായിരിക്കും. അപ്പം കുഞ്ഞുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഈ അപ്പം കാത്തിരുന്നു നോക്കിക്കണം, അയാളുടെ ആ റിവെഞ്ച് നോക്കിക്കണം. അപ്പം കാത്തിരുന്നു ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയും കുഞ്ഞിന് ചിലവിന് കൊടുക്കണം. ഈ പയ്യൻ കോടതി കേസിന് പോയി കഴിഞ്ഞാൽ അതിന് ചിലവിന് കൊടുക്കണം, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യണം. ഒരു മനുഷ്യൻ്റെ മെൻറ്റാലിറ്റി പറയണം. എന്നോട് ഈ മനുഷ്യൻ പറയാണ് എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അയാൾ കുടിയില്ല വലിയില്ല, ഒരു ദുഷ്പ്രഭാവവും ഇല്ല, ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടെന്നുള്ളൂ. ഇത് പറഞ്ഞ് സമാധാനമാക്കേണ്ടതിന് പകരം ഈ അപ്പന് അന്ന് പണ്ടുണ്ടാക്കിയ നാണക്കേടിന് അപ്പം പ്രതികാരം വീട്ടുന്ന പോലെ ഞങ്ങളുടെ കുടുംബജീവിതം നശിപ്പിക്കുക ചേട്ടാന്ന് പറഞ്ഞു. അങ്ങനെയുള്ള അപ്പന്മാരും ഉണ്ടായിരിക്കാം. ഈ പെൺകുട്ടി ഭാവിയിൽ അത് മനസ്സിലാക്കി അയാൾക്കൊള്ളാം, ഇല്ലെങ്കിൽ അതിന് ചിലപ്പം ചിലപ്പം ഒരുപക്ഷെ ജീവിതകാലം പോയിട്ട് അപ്പൻ സപ്പോർട്ട് ചെയ്യുമായിരിക്കും. ഞാൻ പറഞ്ഞു വന്നേ ചില ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യമാണ്. താങ്ക് യു.